സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി വർധനയ്ക്കെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി രംഗത്ത് വന്നു. ഭൂനികുതി വർധന കർഷക വിരുദ്ധമാണ്, സർക്കാർ കർഷകരെ മാനിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിതെന്നും മാർ ജോസഫ് പാംബ്ലാനി കുറ്റപ്പെടുത്തി. എന്റെ കൃഷിഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദായ മാർഗമായി മന്ത്രി കരുതുന്നു എങ്കിൽ, ഭരണകൂടം കരുതുന്നു എങ്കിൽ, എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഒന്നേയുള്ളൂ: നിങ്ങൾ കർഷകനെ മാനിക്കുന്നില്ല, കർഷകന്റെ മഹത്വം അറിയുന്നില്ല, അവൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ തിരിച്ചറിയുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർഷകന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ്. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന രീതിയുള്ള ആളാണ്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. ആർച്ച് ബിഷപ്പ് പാംബ്ലാനി തീർത്ത് പറഞ്ഞിരിക്കുകയാണല്ലോ. ഗുഡ് മോർണിംഗ്. ഇന്നലെ തലശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃസംഗമം കണ്ണൂർ ചെമ്പേരിയിൽ വെച്ച് നടന്നിരുന്നു. തലശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് നേതൃസംഗമവും ഗ്ലോബൽ ഭാരവാഹികൾക്കുള്ള സ്വീകരണവുമാണ്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്താണ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയും സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി വർധനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. ബജറ്റിൽ 50% ഭൂനികുതി വർദ്ധിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് ഭൂമിയുമായി ബന്ധപ്പെട്ട വരുമാന സാധ്യതകളൊക്കെ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ കൂടി സ്ലാബുകളിൽ പരിഷ്കാരമുണ്ടാകും, 50% ഭൂനികുതി വർധനവ് എന്ന നിലയ്ക്കുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വിമർശനം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഭൂനികുതി വർധനവൊക്കെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബാധ്യതയായി മാറുകയാണ്. അങ്ങനെ കർഷകർക്കെതിരായ കർഷക വിരുദ്ധമായ ഒരു നിലപാടാണ് ഭൂനികുതി വർധനവ്. അങ്ങനെ പലതരം പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് അധിക ബാധ്യതയാകും. അവരെ മുഖവിലക്കെടുക്കാത്ത, അവരെ ഉൾക്കൊള്ളാത്ത നിലപാടാണ് അത്. കർഷക വിരുദ്ധമാണ്, അത് അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് അദ്ദേഹം പറയുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമല്ല കേന്ദ്ര സർക്കാരിനെതിരെയും വിമർശനമുണ്ട്. കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ മലയോര കർഷകർക്ക് ഗുണകരമാകുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന പ്രഖ്യാപനങ്ങളൊന്നും പൊതുവേ ഇല്ല. കർഷകരെ ചേർത്ത് പിടിക്കാത്ത സർക്കാരുകൾ, അത് ഭരണകൂടങ്ങൾ, അത് സംസ്ഥാനത്തിലായാലും കേന്ദ്രത്തിലായാലും മനുഷ്യരെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ രാജ്യസ്നേഹം ഉള്ളതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗം എന്ന നിലയ്ക്ക് പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടേണ്ടവരാണ് കർഷകരും. അവർക്ക് അനുകൂലമായ നിലപാടില്ല എന്ന വിമർശനവും അദ്ദേഹം ഇക്കാര്യത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്.